അടിപൊളി ചായയാണ്. ആദ്യത്തെ സാധനം അത്ര പിടിച്ചിട്ടില്ല, പിറ്റേന്ന് മുതൽ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് ചായ, അടിപൊളി സൂപ്പറാ. അപ്പൊ ഭയങ്കര തിക്കും തിരക്ക് കേട്ടോ. നോക്കിയാ എന്നാ കഥ. നമ്മള് വന്നിട്ട് ഒരു ചാക്ക് അങ്ങനെ മാറി. ഇതാണ് കേട്ടാ ലക്കി ഡ്രോന്റെ ഷോപ്പ്, ബോച്ചട്ടി ലക്കി ഡ്രോ. ഇവിടെ നല്ല തിരക്കാണ്. ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഉള്ളത് ബോച്ചട്ടി ലക്കി ഡ്രോന്റെ ഷോപ്പിലാട്ടതാ. ഇതാണ് നമ്മളെ ഷോപ്പ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഷോപ്പാണ്. കുടിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ അതിനെപ്പറ്റിയുള്ള ചായപ്പൊടിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ഷോപ്പിൻ്റെ ഓണറുണ്ട്, അവനോട് ചോദിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് തഫ്സീർ. തഫ്സീർ. ഈ നാട്ടുകാരൻ തന്നെയാണ്. നാട്ടുകാരൻ തന്നെയാണ്. എനിക്കറിയാം, ഞാനും ഇവരായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പ്രവാസികളാണല്ലോ രണ്ടുപേരും. നമ്മൾ ദുബായിൽ ഒരുപാട് വർഷം ഞാൻ ഇവർ ഒരു സൂപ്പർ മാർക്കറ്റിലെ പിന്നെ മാനേജറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പാൽ കൊടുത്തോണ്ടിരുന്ന നേരം നമുക്ക് ബന്ധമുണ്ട്. അപ്പൊ വേറെ കാര്യം ചോദിക്കാനല്ലേ, ഇവിടെ പോച്ച വന്നിരുന്നല്ലേ? കഴിഞ്ഞ 5-ാം തീയതി വന്നിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല ശരിക്കും, അറിയെങ്കിൽ ഞാൻ അന്ന് വരുമായിരുന്നു. അപ്പോ പിന്നെ ഇത് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഷോപ്പാണ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ ദിവസവും ഒരാൾക്ക് 10 ലക്ഷം വെച്ചിട്ട് എല്ലാ ദിവസവും ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് ഇതിൽ ബമ്പർ പ്രൈസ് ആയിട്ട് വരുന്നത്. കൂടാതെ 13,704 പേർക്ക് 25,000, 10,000, 5,000, 1,000, 100 എന്നിങ്ങനെയുള്ള പ്രൈസുകൾ അടിക്കും. രാത്രി 10:30 മണിക്കാണ് നറുക്കെടുപ്പ്. അത് കഴിഞ്ഞാൽ ഏത് പ്രൈസ് ആയാലും നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് വരും. നിങ്ങൾ ഒരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചായപ്പൊടി അടിയിലുണ്ട്, മേലെ കൂപ്പൺ ഉണ്ട്. ഈ കൂപ്പൺ സ്കാൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ വരുന്ന ലിങ്കിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും കൂപ്പൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ആവും. ടിക്കറ്റ് നമ്പർ കമ്പനി നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ആ ടിക്കറ്റ് നമ്പറിൽ ലക്കി ഡ്രോയിൽ നിങ്ങൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസ് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളെ ശശിയേട്ടൻ കണ്ടാ ചക്കരക്കെല്ലാം അടിച്ച് അറിഞ്ഞിട്ട് വന്നേ പോലെ. എടുക്കുന്നില്ല എടുത്തോട്ടാ. ഇന്ന് എപ്പോ മിഞ്ഞാന്ന് എടുത്തോളൂ, ഇന്ന് എടുക്കുന്നത്. ഇന്ന് ചിലപ്പോ ഞാൻ ഇടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കും. അത് എടുക്കും. അടിച്ചിട്ടുണ്ടെങ്കിൽ തരണേ ഒരു 10%. കണ്ടോ? പേര്, മൊബൈൽ നമ്പർ, ഇതിൻ്റെ കൂപ്പൺ നമ്പർ, അത് 3 അടിച്ചു കൊടുക്കണം. അത്ര നിങ്ങൾ ഗൂഗിൾ പേ സ്കാനർ, നോർമൽ സ്കാനർ, അല്ലെങ്കിൽ സ്കാനർ, ഏത് സ്കാനർ യൂസ് ചെയ്യാം. മൊബൈൽ നമ്പറും പേരും ഈ കൂപ്പൺ നമ്പർ അടിച്ചു കൊടുക്കണം. രണ്ട് സെപ്പറേറ്റ് ചെയ്യണം. നിങ്ങള് പേരെന്താണ്? എൻ്റെ പേര് അബ്ദുൽ സത്താർ. ആദ്യമായിട്ട് എടുക്കുന്നത്? ആദ്യമായിട്ട്. ഇതെങ്ങനെ ഇവിടെ തുടങ്ങി നിങ്ങൾ അറിഞ്ഞത്? ഇത് മറ്റേ വാട്സപ്പ് വഴിയാണ്. വാട്സപ്പ് വഴി. അപ്പോൾ എത്ര പ്രൈസ് കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? 10 ലക്ഷം കിട്ടുമോ? 10 ലക്ഷം കിട്ടണം. 10 ലക്ഷം കിട്ടിയാൽ വാച്ച് വിളിക്കും നിങ്ങൾ. ഇത് 10 ലക്ഷം അല്ലാണ്ട് വേറെ 25 കോടി അല്ലാതെ ബമ്പർ പ്രൈസ് 25 കോടി ഉണ്ട്. അത് ഈ ഡെയിലി കൊടുക്കുന്ന 10 ലക്ഷം. അത് കഴിഞ്ഞാൽ 25 കോടി പ്രൈസ് കൊടുക്കണ്ടേ. അതിന്റെ ഡേറ്റ് കൺഫേം ആയില്ല. ഒറ്റ രജിസ്ട്രേഷൻ ചെയ്ത് അത് എല്ലാം അതിലും ഉൾപ്പെടുത്തും. അത് കൂടാണ്ട് ഡെയിലി 13,704 പേർക്ക് പ്രൈസ് ഉണ്ട്. 100 രൂപ സ്റ്റാർട്ടിങ്. 100, 1000, 10,000, 50,000, 1 ലക്ഷം ഇങ്ങനെ പ്രൈസ് വരാം. അത് നിങ്ങൾക്ക് ഏത് മെസ്സേജ് അടിച്ചാലും ഏത് പ്രൈസ് അടിച്ചാലും ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. രാത്രി 10:30 മണിക്കാണ് ഡ്രോ. അപ്പോൾ ഈ മേടിച്ച കൂപ്പൺ കളയാൻ പാടില്ല അല്ലേ? ഇത് പാക്കറ്റാണ്. ഇതിന്റെ മേലിൽ ചായപ്പൊടി, അടിയിൽ ചായപ്പൊടി ഉണ്ട്, മേലെ കൂപ്പൺ. ഈ കൂപ്പൺ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും പേരും കൂപ്പൺ നമ്പറും അടിച്ചു കൊടുത്താൽ മതി. മൊബൈൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ അത് ചെയ്തോടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയ ഒരു മെസ്സേജ് കമ്പനി നിങ്ങളുടെ ഫോണിലേക്ക് അയക്കും. അങ്ങനെ എല്ലാ പാക്കറ്റും സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളെ വീട് എവിടെയാണ്? എൻ്റെ വീട് വെള്ളച്ചാലല്ലേ? ഇവരുടെ നാട്ടിലാണ്. പിന്നെ ചക്കരക്കല്ല് രൂപ അടിച്ചതല്ലേ? അറിഞ്ഞോ? അത് കണ്ടിരുന്നു. ആ വീഡിയോ അല്ലേ? നമസ്കാരം. നിങ്ങളെ വീട് എവിടെയാണ്? കാഞ്ഞിരോട്. എന്നാ പേര്? ഇസ്മായിൽ. ഇത് ആദ്യമായിട്ട് മേടിക്കുന്നതാണോ? എല്ലാ കുറേ കാലമായിട്ട് ഒരാഴ്ച 2-3 ആഴ്ചയായിട്ട് വാങ്ങിക്കൊണ്ടേ. എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടായി? പ്രൈസ് ഇതുവരെ ഒന്നും കിട്ടിയില്ല. കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നത്.
നല്ല ചായപ്പൊടിയാണ്, നല്ല 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 ക്വാളിറ്റിയുള്ള ചായപ്പൊടിയാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചായപ്പൊടി ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും 10 ലക്ഷം നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. എത്ര? 40 രൂപ ടിക്കറ്റ്. 40 രൂപ ടിക്കറ്റിന് ഒരു 100 ഗ്രാം ചായപ്പൊടിയുടെ പാക്കറ്റിന് ഒരു കൂപ്പൺ ഉണ്ടാവും. അതിന് 40 രൂപ. ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തരും? അതിന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു തരും. അറിയുന്നവർക്ക് അവർ വീട്ടിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, ഒന്നുമില്ല. സ്കാൻ ചെയ്യണം, മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, കൂപ്പൺ നമ്പർ അടിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് അവർ കമ്പനി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ. ഈ ബോച്ചന്റെ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ അതിന് എളുപ്പത്തിൽ കിട്ടിയല്ലേ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് കിട്ടിയത്? കഷ്ടപ്പെട്ടുണ്ടായോ? ചെറിയൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ടീമായിട്ട് നല്ല കോൺടാക്ട് കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരുടെ ടീം നല്ല സപ്പോർട്ടായിരുന്നു, ബാക്കപ്പ് സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവരെന്നെ ഡയറക്റ്റ് വന്നു, കാര്യങ്ങളൊക്കെ അവരെന്നെ സംസാരിച്ചു, എല്ലാം സെറ്റപ്പൊക്കെ അവരെന്നെ ചെയ്തു തന്നിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഔട്ട്ലെറ്റ് കിട്ടാനുള്ളൊരു താമസം അത്രേ ഉള്ളൂ. ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ബാക്കപ്പ് സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, അവരുടെ ടീം നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ വേറെ കാര്യം ചോദിക്കാം. ഞാൻ നാളെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്നാലും തുടങ്ങുന്നില്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ അവരുടെ ഫ്രാഞ്ചൈസി കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് നമ്പറും നിങ്ങളുടെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ നിങ്ങളെ സ്ഥലത്ത് വരും. ലൊക്കേഷൻ ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ അവർ തന്നെ ചെയ്തു തരും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം, ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ അവരൊക്കെ ചെയ്തു തരും. സംഭവം സിമ്പിളാണ്. അവരെന്നെ കണക്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു വിഷമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവരെന്നെ ചെയ്തു തരും. ഓപ്പണിങ്ങുള്ള തയ്യാറെടുപ്പുകൾ മുഴുവനും അവരെന്നെ ചെയ്തു തരും. പിന്നെ ചായപ്പൊടി ലക്കിട്ടോ മേടിക്കാൻ വന്നിട്ട് ഇന്ന് മിക്കവാറും 10 ലക്ഷം അടിക്കും. ഫോൺ നമ്പർ എത്രയുണ്ട്? 11. ഇത് ഇവനെത്രണ്ണ മേടിക്കുന്നത്? 11 ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന. അതെയാ, ഇതെങ്ങനെ ആരും അറിഞ്ഞത്? നാട്ടുകാരെല്ലാം പറയുമ്പോൾ അറിഞ്ഞ. വീട് തന്നെയാ? വീട് ചക്കരക്കല്ല. ചക്കരക്കല്ലുള്ള ആർക്കും ഒരാൾക്ക് ഇപ്പോൾ അടിച്ചില്ലേ? അറിഞ്ഞാ? വീഡിയോ കണ്ടിനാ? അതെയാ, അത് അടിച്ചറിഞ്ഞിട്ട് വന്നതാ? അതെയാ. ഏതായാലും ഇവിടെ വന്നല്ലേ, ഒരു കൂപ്പൺ ഞാനും എടുക്കാനേ. ശരികുമാർ പറഞ്ഞാൽ അഥവാ ബിരിയാണി കൊടുത്താലോ അല്ലേ? ചങ്ങായിമാരെ നമ്മള് കുടിക്കോട്ടൊക്കെ ഒന്ന് വീട്ടിലെത്തി കേട്ടാ. അതാ ടിക്കറ്റെല്ലാം മേടിച്ച് വീട്ടിലെത്തി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ ചായപ്പൊടി നല്ലോണം വേണം കേട്ടോ. നല്ലോണം ചൂടായി പതച്ച് വെന്താലേ ചായ ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആദ്യത്തെ ദിവസം അമ്മ ആക്കുമ്പോൾ കുറച്ച് വേര് കുറഞ്ഞു പോയിട്ട് പച്ചവെള്ളം പോലെ ഉണ്ടാവും ചായ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നല്ലോണം വേവിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചു നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ അമ്മ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ്. നമ്മളെ ബോച്ചട്ടി നമ്മൾ വെച്ച് കുടിച്ചില്ലേ ചായ? അതിന്റെ കാര്യങ്ങളിലെന്ന് പറഞ്ഞ നിങ്ങള്. അതിന്റെ കാര്യം ചായക്ക് വെള്ളം വെച്ച് ചായപ്പൊടി ഇട്ട് അങ്ങനെയല്ല, അത് എങ്ങനെ വേണ്ട അതിന്റെ ഇതെല്ലാം പറയാം. ആദ്യത്തെ ദിവസം പച്ചവെള്ളം പോലെ ഉണ്ട് ചായ, രണ്ടാമത്തെ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കുടിക്കുമ്പോൾ. അതിന്റെ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് അതങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസം നമ്മൾ സാധാരണ ഇടും പോലെ ഒരു സ്പൂൺ, നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് ചായപ്പൊടി ഇട്ട്, നമ്മളെ സ്പൂണിന് നമ്മൾ സ്ഥിരം ഇടുന്നതിന്. അപ്പൊ അത് വേഗാണ്ട് എടുത്തിട്ടാണോ എന്നറിയില്ല, കടുപ്പില്ലേനു. അപ്പൊ അതൊരു പച്ചവെള്ളം പോലെ. പിറ്റേ ദിവസം അങ്ങനെ 1 സ്പൂൺ ഇട്ട് കുറച്ച് സമയം വേവിച്ചാറ് നല്ല കടുപ്പമുള്ള നല്ല ചായ ആയി. അങ്ങനെയാണ് കാര്യങ്ങള്. തമ്പുരുമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചായ കുടിച്ചിട്ട് ചായ എന്തുണ്ടേനു? ചായന്റെ ഇത് പറ, ടേസ്റ്റ് പറ. തമ്പുരു ചായ എന്തുണ്ടേനു? നല്ല ടേസ്റ്റ് ഉണ്ടേനോ? അതെയാ, അടിപൊളി ചായയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല, പിറ്റേന്ന് മുതലേ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് ചായ, അടിപൊളി സൂപ്പറാ. ചങ്ങായിമാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കലാണ്. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അല്ല തമ്പുരു? സപ്പോർട്ട് ചെയ്യാൻ പറയാം എല്ലാവരും. നമ്മൾ പറയേണ്ടതെല്ലാം തമ്പുരു പറഞ്ഞു. ബെൽ ബട്ടണോ എല്ലാം ഞെക്കണം കേട്ടാ. ഞെക്കണേ. അപ്പൊ
അപ്പോൾ എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.